ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു കുട്ടി വ്ളോഗ് അല്ലെങ്കിൽ ഒരു ചെറിയ പരീക്ഷണം എന്നൊക്കെ പറയാം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വൈകിട്ട് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കുറേ പൊരി ഇരിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ താലപ്പിൽ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്കവരുടെ വീട്ടിലിപ്പോൾ നിറയെ പൊരി ഉണ്ടാവും, എന്തില്ലെങ്കിലും പൊരി ഉണ്ടാവും. അപ്പോൾ പൊരിയുടെ വിഭവങ്ങളായിരിക്കും എല്ലാം. ഒന്നില്ലെങ്കിൽ പൊരി നനയ്ക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പൊരിയും പഴം കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാം. ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ എല്ലാ വീട്ടിലുണ്ടാവാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പൊരിയുണ്ട ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പരീക്ഷണം നോക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പോണത്. പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ് കേട്ടോ. പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ നമുക്ക് പൊരിയുണ്ട ഉണ്ടാക്കിയാലോ അങ്ങനെ തോന്നിയിട്ട് നമ്മൾ ചെയ്യാൻ പോണതാണ് കേട്ടോ. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടു. നമുക്ക് ഒരുമിച്ച് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാവും ഇത്. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോയാലോ? അല്ലേ ലല്ലു? അടുക്കളയിൽ പോയാലോ നമുക്ക്? ലല്ലുവിന് ഇഷ്ടമാണോ പൊരിയുണ്ട? ഇഷ്ടമാണോ? പൊരി ചായയിലിട്ട് കുടിക്കാനോ ലല്ലുവിന് ഇഷ്ടം? നമുക്ക് നല്ല പൊരിയുണ്ട ഉണ്ടാക്കാൻ പോയാലോ? അടുക്കളയിൽ പോയാലോ? അപ്പോൾ നമുക്ക് നേരെ അടുക്കളയ്ക്ക് പോകാം. അപ്പോൾ പൊരിയുണ്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടികട്ടിയുള്ള പാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് പൊരി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരുപാട് വറുത്ത് കളറ് പോകുന്ന രീതിയിലാക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വറുത്ത് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ. അത്രയും മതി കേട്ടോ. അപ്പം നമ്മൾ പൊരിയിളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് യാതൊരു പിടിയില്ല കേട്ടോ. ഇതെന്താവുമെന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ കണ്ട് കുറേ പേര് ഉണ്ടാക്കിയിട്ടത് കട്ട ഫ്ലോപ്പായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പോകണമെന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ ഉണ്ടാക്കണേ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മളിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം കേട്ടോ, ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 5 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം കൂടുമോയെന്ന് എനിക്കറിയില്ല. കൂടായിരിക്കും, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ തള വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിളച്ച് നന്നായിട്ട് കുറുകി വരണം, അതാണ് ഇതിൻ്റെ പാകം കേട്ടോ. അപ്പോൾ നമ്മൾ തിളയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതിനിടയിൽ നിങ്ങൾക്ക് ലല്ലുവിൻ്റെ നല്ല പാട്ടും വർത്തമാനങ്ങളൊക്കെ കേൾക്കാം കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ പിന്നാലെ അവളും ഉണ്ടാവും കേട്ടോ. അപ്പം എൻ്റെ ഒപ്പം തന്നെ അവൾ ഇരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്തും അങ്ങനെ എൻ്റെ പിന്നാലെ ഒരു കാലമായിട്ടുണ്ടാവും. ലല്ലു വയ്യാണ്ടിരിക്കുകയാണ്. ആൾക്ക് നല്ല ചുമയുണ്ട്, പിന്നെ പനിയുണ്ട്. പനി ഇപ്പം കുറഞ്ഞു കേട്ടോ. അപ്പോൾ വയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ ആള്. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാൻ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട പരിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലൊഴിക്കുമ്പോൾ ബോൾസ് പോലെ ആവണം. അങ്ങനെയാണ് എൻ്റെ പരിവം പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒഴിച്ച് നോക്കാം. അപ്പോൾ അധികം കല്ലൊന്നുമില്ലാത്ത ശർക്കര നമുക്ക് ഡയറക്റ്റ് ഇതിൽ തന്നെ പൊരി കൊട്ടാട്ടോ. എന്താണോ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി നമുക്ക് ശർക്കര ഉരുക്കുമ്പോൾ തന്നെ ഒഴിക്കട്ടോ, ഇടാട്ടോ. എന്തെങ്കിലും അതില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. നമ്മളിപ്പോൾ
ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2-3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്ര നല്ല ചൂടാണ്, കാരണം ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് നമ്മളെ കൈമ പിടിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട്, ഇച്ചിരി ചൂട് വേണം കേട്ടോ, എന്തായാലും മുണ്ട ഉരുട്ടി കിട്ടാൻ നമുക്ക് ഇത്തിരി ചൂട് വേണം. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ എങ്ങാനും കയ്യുമ്മ തടവിയിട്ട് നമുക്ക് മുണ്ട ഉരുട്ടി എടുക്കാം. ഉണ്ടായാൽ മതിയായിരുന്നു. നമുക്കൊരു അടിപൊളി പണി കിട്ടി ഗൈസ്. കാരണം ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കണേ. ഇതുണ്ട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. കണ്ടോ, നമുക്ക് ഓരോന്നോരോന്ന് വിട്ട് 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 കിടക്കുകയാണ് കേട്ടോ. അപ്പം ഈ പരീക്ഷണം പരാജയത്തിലേക്കാണ് കേട്ടോ നമ്മളെ പോയത്. ഇത് പോയിരുത്തിണ്ടി വരും. അതൊന്നും ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. ഇനി ഇതെങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും എനിക്കറിഞ്ഞൂടാ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഫ്ലോപ്പായിട്ടിരിക്കുന്ന സാധനം. അപ്പം നമ്മളത് ഉണ്ടാക്കിയതിന് ശേഷം അച്ഛമ്മയ്ക്കും ലല്ലുവിനും അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതിൽ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ അവിലൊക്കെ വിളയിക്കില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തിന്നാൻ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ വേണേൽ തിന്നാം കേട്ടോ. അത് വലിയ കുഴപ്പമില്ലാത്തൊരു രസമുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതുപോലെ പരീക്ഷിക്കരുത്, കട്ട ഫ്ലോപ്പാണ്. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തോ കേട്ടോ. അല്ലാണ്ട് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേ പാടില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.